ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല നാടൻ ബീഫ് കിട്ടിയിട്ടുണ്ട്. അത് നാടൻ രീതിയിൽ എങ്ങനെ വരട്ടിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഒരു മൺകലത്തിലേക്ക് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്ത ബീഫ് മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ കുത്തിച്ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി തൊലിച്ചത് അങ്ങനെ തന്നെ ഒന്നും ചെയ്യാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബീഫിൽ കിടന്ന് വെന്ത് അതിൽ ചേരും. ഒരു സവാള കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ട, 1 ഏലക്കായുടെ പരിപ്പും 2 ഏലക്കായുടെ പരിപ്പും ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. കറുകപ്പട്ടയാണിത്. 2-3 ചെറിയ പീസ് കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കിലോ വെള്ളമില്ലാതെ വരട്ടിയെടുക്കാൻ പറ്റിയ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെരുംജീരകപ്പൊടി 1 ടീസ്പൂണ്, 1.5 ടീസ്പൂണ് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളകും പൊടി വേവാൻ നേരത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ട്, 2 തണ്ട് ഊരി അരിഞ്ഞത് മുറിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വിറകടുപ്പിൽ തന്നെ വെച്ച് വേവിക്കാം. എൻ്റെ ഉമ്മയ്ക്ക് കൈകാലത്ത് ഇങ്ങനെയായിരുന്നു വെക്കൽ. അതുകൊണ്ട് തന്നെ ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ വെക്കും. ഇടയ്ക്കൊക്കെ പുതിയ രീതിയിൽ ഒക്കെ വഴറ്റിയിട്ടും വെക്കും. ഇങ്ങനെ വെച്ചാൽ വേറെ ടേസ്റ്റും, വഴറ്റി ഇട്ട് വെച്ചാൽ വേറെ ടേസ്റ്റുമാണ്. ഇങ്ങനെ വെക്കുന്ന ടേസ്റ്റ് ഇറച്ചി തിന്നണോർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു നാടൻ രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി നമുക്ക് അതിക്ക് ഇഞ്ചി കുത്തിച്ചതച്ച കല്ല് കയ്യിലത്തെ ലേശം വെള്ളം, വലിയ മൂക്കാത്ത ഇറച്ചിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വിറകടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോഴേക്കും കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിക്കിയത് തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ, നന്നായി തീക്കത്തി തിളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എന്തോടെ വേവുണ്ട്. ഉരുളക്കിഴങ്ങ് മാറ്റിയെടുക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ഇറച്ചിയിലിട്ട ഉരുളക്കിഴങ്ങ്. പിന്നെ നമ്മൾ വയസ്സാക്കിയപ്പോൾ ബീഫൊക്കെ തിന്നുന്നത് കുറച്ച് കുറക്കാനും അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വേവിച്ചാൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇടുന്നത്. ഇനി നന്നായി വേവട്ടെ.
മൂലൂടിൻ്റെ അടുത്തുണ്ടോ 2 മൂലൂട് മതി ഇതിൻ്റെ അടുത്ത് വെക്കാൻ. നന്നായി കത്തും തീയൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ കുറിച്ചില്ല, വേണ്ടാന്ന് വെച്ചതാ. കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളെങ്കിലും അതിൽ ഇറക്കി കഴുകുമ്പം പിടിക്കുന്ന വെള്ളമൊക്കെ പിന്നെ തിളക്കുമ്പോൾ പൊടിഞ്ഞു വരും. അത് നന്നായി ഇളക്കിയിട്ട് വേവിക്കാം. 16ൻ്റെ ഒപ്പം വെള്ളം നിന്നിട്ടുണ്ട്. ഇനി അത് വേഗമുള്ള വെള്ളം അത് തന്നെ ഉണ്ടാവും. ഇനി കൂടുതൽ തീ കത്തിച്ചാൽ കരിഞ്ഞു പോകും. അപ്പം കുറച്ച് തീ കുറച്ച് കൊടുക്കാം. ഒരു തീക്കുള്ളി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് കിടന്നു വേവട്ടെ. ഉണ്ടോ വേറെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.